EMS നമ്പൂതിരിപ്പാടിന് ശേഷം കേരള ഘടകത്തിൽ നിന്ന് CPIM-ന്റെ പരമോന്നത പദവിയിലെത്തുന്ന മലയാളിയായി MA ബേബി. ഏകകണ്ഠമായാണ് പാർട്ടി കോൺഗ്രസ് MA ബേബിയെ തിരഞ്ഞെടുത്തത്. മലയാളിയായ വിജു കൃഷ്ണൻ PBയിലെത്തി. എന്നാൽ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് മഹാരാഷ്ട്രയിൽ നിന്നുള്ള DL കാരാട് മത്സരിച്ചത് അസാധാരണ സംഭവ വികാസമായി. ഇന്ത്യൻ കമ്മ്യൂണിസത്തിന്റെ മഹാമേരുവായ EMS നമ്പൂതിരിപ്പാടിനും പാലക്കാട് കുടുംബപേരുകളുള്ള പ്രകാശ് കാരാട്ടിനും ശേഷം CPIM-ന്റെ അമരത്ത വീണ്ടും ഒരു മലയാളി, മറിയം അലക്സാണ്ടർ ബേബി. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള MA ബേബിയുടെ തെരഞ്ഞെടുപ്പും ഉദ്യോഗഭരിതമായിരുന്നു. അശോക് ദവേലയ്ക്ക് വേണ്ടി വാദിച്ച ബംഗാൾ ഉത്തരേന്ത്യൻ ഘടകങ്ങളുടെ എതിർപ്പ് മറികടന്നാണ് പാർട്ടിയുടെ പരമോന്നത പദവിയിലേക്കുള്ള ബേബിയുടെ വരവ്. പാർട്ടി കോൺഗ്രസ് തീരുമാനപ്രകാരം സംഘപരിവാറിനെതിരായ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് MA ബേബി പറഞ്ഞു. സംഘടനാപരമായ ഒരു പുനരുജ്ജീവനത്തിലേക്ക്, പുനർശാക്തീകരണത്തിലേക്ക് പോകേണ്ടതുണ്ട് എന്നാണ് പാർട്ടി കോൺഗ്രസിൻ്റെ സംഘടനാപരമായ കാര്യങ്ങളിലുള്ള അഭിപ്രായം. അത് പാർട്ടിയുടെ PBയും CCയും താമസിയാതെ യോഗം ചേർന്ന് പാർട്ടി കോൺഗ്രസ് തീരുമാനങ്ങൾ ഓരോന്നും നടപ്പാക്കാൻ ഉള്ള അനന്തര നടപടികൾ എന്തൊക്കെയാണ് തീരുമാനിക്കും. 84 അംഗ കേന്ദ്ര കമ്മിറ്റിയാണ് പാർട്ടി കോൺഗ്രസ് തെരഞ്ഞെടുക്കുന്നത്. CCയുടെ ആദ്യ യോഗത്തിൽ 18 അംഗ PBയും തെരഞ്ഞെടുത്തു. മലയാളിയും അഖിലേന്ത്യാ കിസാൻ സഭ നേതാവുമായ വിജു കൃഷ്ണ PBയിലെത്തി. തമിഴ്നാട് നിന്ന് K ബാലകൃഷ്ണനും U വാസുകിയും PBയിലെത്തി. ആന്ധ്രയിൽ നിന്ന് അരുൺകുമാർ, രാജസ്ഥാനിൽ നിന്ന് അമ്രാം റാം, ത്രിപുരയിൽ നിന്ന് ജിതേന്ദ്ര ചൗധരി, ബംഗാളിൽ നിന്ന് ശ്രീദീപ് ഭട്ടാചാര്യ എന്നിവർ PBയിൽ അംഗങ്ങളായി. കാരാട്ട് ബൃന്ദ ദമ്പതികൾ ഒഴിഞ്ഞപ്പോൾ അശോക് മറിയ ദമ്പതികൾ PBയിലുണ്ട് എന്നത് കൗതുകമായി. പിണറായി വിജയന് മാത്രമാണ് PBയിൽ ഇളവ് കിട്ടിയത്. കേന്ദ്ര കമ്മിറ്റിയിൽ യൂസഫ് തരിങ്കാമി, PK ശ്രീമതി എന്നിവർക്ക് പ്രായപരിധിയിൽ ഇളവ് നൽകി. TP രാമകൃഷ്ണൻ, പുത്തലത്ത് ദിനേശൻ, KS സലീംഗ എന്നിവർ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായി. മുഹമ്മദ് റിയാസും MB രാജേഷും CCയിലെത്താത്ത ഘട്ടത്തിലും ജോൺ ബ്രിട്ടാസ് സ്ഥിരം ക്ഷണിതാവായി എന്നത് ശ്രദ്ധേയം. പ്രതിസന്ധിയെ മുറിച്ചു കടക്കാനുള്ള ഒരു നിശ്ചയദാർഢ്യത്തോടെയാണ് ഞങ്ങൾ ഈ ഒരു സമ്മേളന നഗരിയിൽ നിന്ന് പിരിയുന്നത്. ഈ സമരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി തൊഴിലാളികളുടെയും കർഷകരുടെയും അടിച്ചമർത്തപ്പെട്ടവരുടെയും ജീവൻ മരണ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയും. അത് തീർച്ചയായും നമ്മുടെ പ്രയോറിറ്റി ആയിരിക്കും. We will have to work very hard to bring about a change in the political economic system of this country. The BJP RSS government has created misery, devastation and increased poverty in the country and especially in women's lives. പ്രകാശ് കാരാട്ട്, മണിക് സർക്കാർ, SRP എന്നിവരടക്കം 7 പേർ സ്ഥിരം ക്ഷണിതാക്കളാണ്. സമീപകാല ചരിത്രത്തിൽ എങ്ങുമില്ലാത്ത വിധം കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വോട്ടെടുപ്പ് നടന്നു എന്നതാണ് മധുരയിലെ പ്രത്യേകത. താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ട്രേഡ് യൂണിയൻ നേതാക്കൾക്ക് CCയിൽ പ്രാതിനിധ്യം കിട്ടുന്നില്ലെന്ന് ആരോപിച്ചാണ് മഹാരാഷ്ട്ര സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം DL കാരാട് മത്സരിച്ചത്. എന്നാൽ 31 വോട്ട് മാത്രമാണ് കാരാടിന് കിട്ടിയത്. ബാലറ്റിലൂടെയുള്ള വോട്ടെടുപ്പിന്റെ ഫലത്തിന് പോലും കാത്തിരിക്കാതെ കാരാട് നാസിക്കിലേക്ക് മടങ്ങി. താൻ എന്നും അടിയുറച്ച അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനായിരിക്കുമെന്ന് മാത്രം കാരാട് പറഞ്ഞു. ന്യൂസ് മലയാളം, മധുര.